ബുധനാഴ്ച ടെലിഗ്രാമിൽ ഹമാസിൻ്റെ ഒരു സന്ദേശം പ്രത്യക്ഷപ്പെട്ടു. പലസ്തീനികളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു ആ സന്ദേശം. കുറ്റിക്കാടുകൾ, വനങ്ങൾ, കുടിയേറ്റക്കാരുടെ വീടുകൾ, അങ്ങനെ കഴിയുന്നതെല്ലാം കത്തിക്കുക. ഇങ്ങനെയായിരുന്നു ഹമാസിൻ്റെ ആ സന്ദേശം. വെസ്റ്റ് ബാങ്കിലെയും ജെറുസലേമിലെയും ഇസ്രായേലിലെയും യുവാക്കളെ, കാറുകൾക്ക് തീയിടുക. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതികാരത്തിനായി ഗസ കാത്തിരിക്കുന്നു. ഹമാസിൻ്റെ ടെലിഗ്രാം പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. നേരത്തെ ജെനിൻ ന്യൂസ് നെറ്റ്വർക്കിൻ്റെ ടെലിഗ്രാം ചാനലിലും കുടിയേറ്റ പ്രദേശത്തിന് സമീപമുള്ള കുറ്റിക്കാടുകൾ അഗ്നിക്കിരയാക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. പിന്നാലെ ഇസ്രായേലിൽ കാട്ടുതീ ആളിപ്പടർന്നു. ജെറുസലേമിന് സമീപമുള്ള പ്രദേശങ്ങളിൽ തീ നിയന്ത്രണാതീതമായി ആളിപ്പടരുകയും ചെയ്തു. ഇസ്രായേലിലുടനീളം കാട്ടുതീ പടരുന്നതിനിടെ ഒരു പട്ടണം കത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മുഖംമൂടി ധരിച്ച ഒരാൾ തീയിടുന്നതിൻ്റെ ചിത്രം ടെലിഗ്രാം ചാനലിൽ പ്രത്യക്ഷപ്പെട്ടു. അടിമകളുടെ വീടുകൾ വിപ്ലവകാരികളുടെ കാൽക്കീഴിൽ ചാരമാകും എന്ന വാചകവും കുടിയേറ്റക്കാരുടെ വീടുകൾ കത്തിക്കുക എന്ന ഹാഷ്ടാഗും ചിത്രത്തിനൊപ്പം ഉണ്ടായിരുന്നു. ജെറുസലേം പോസ്റ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ജൂഡിയൻ കുന്നുകളിൽ ബുധനാഴ്ച രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. പിന്നീട് ജെറുസലേം മേഖലയിലാകെ തീ ആളിപ്പടർന്നു. ഇതോടെയാണ് കാട്ടുതീ അട്ടിമറിയാണോ എന്ന സംശയം ഉയർന്നത്. മാത്രമല്ല, ഇസ്രായേലിൻ്റെ മെമ്മോറിയൽ ഡേയിലാണ് തീപിടുത്തമുണ്ടായത്. അതിനിടെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് 18 പേരെ അറസ്റ്റ് ചെയ്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. പിന്നീട് പിടിക്കപ്പെട്ടവരൊരാളെ പ്രവൃത്തി ചെയ്യുന്നതിനിടെയാണ് അറസ്റ്റ് ചെയ്തതെന്നും നെതന്യാഹു വ്യക്തമാക്കി. എന്നാൽ 3 അറസ്റ്റുകളെക്കുറിച്ച് മാത്രമേ തങ്ങൾക്ക് അറിയൂ എന്നാണ് പോലീസ് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തലിനെക്കുറിച്ച് അറിയില്ലെന്നും പോലീസ് വ്യാഴാഴ്ച N12നോട് ഇപ്പോഴും ജെറുസലേം കുന്നുകളിൽ വ്യാപക നാശനഷ്ടങ്ങൾ വരുത്തിയ തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല. കാട്ടുതീ വ്യാപിക്കുന്നതിനിടെ തെക്കൻ ജെറുസലേമിൽ തീ കത്തിക്കാൻ ശ്രമിച്ചയാളാണ് അറസ്റ്റിലായവരിൽ ഒരാളെന്നും പോലീസ് പറയുന്നു. തീപിടുത്തത്തിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള അഗ്നിശമന സേനയുടെ ശ്രമം തുടരുന്നതിനിടെ പോലീസിൻ്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളെയാണ് കാട്ടുതീ വിഴുങ്ങിയത്. വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റും ദ്രുതഗതിയിൽ തീ പടരുന്നതിന് കാരണമായി. ബുധനാഴ്ചയാണ് കാട്ടുതീ വ്യാപിക്കാൻ തുടങ്ങിയത്. വ്യാഴാഴ്ചയും നിയന്ത്രണാതീതമായി തീ ആളിപ്പടർന്നു. തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അഗ്നിശമന സേന. തീപിടുത്തത്തെ തുടർന്ന് നിരവധി പ്രധാന റോഡുകൾ അടച്ചു. ജെറുസലേം ടെലവീവ് ഹൈവേക്ക് സമീപം ബുധനാഴ്ചയാണ് തീപിടുത്തം തുടങ്ങിയത്. തുടർന്ന് ഈ ഹൈവേ പോലീസ് അടച്ചുപൂട്ടി. റോഡിന് ഇരുവശവും താമസിക്കുന്ന ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തീ വ്യാപിക്കുകയായിരുന്നു. ഇതോടെയാണ് കൂടുതൽ റോഡുകൾ അധികൃതർ അടച്ചത്. 163ഓളം അഗ്നിശമന സേനാ സംഘങ്ങളും 12 എയർക്രാഫ്റ്റുകളും തീയണയ്ക്കുന്ന ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. തീയണയ്ക്കാനുള്ള ശ്രമത്തിനിടെ 17 അഗ്നിശമന സേനാംഗങ്ങൾക്ക് പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചു. കാട്ടുതീ നിയന്ത്രണാതീതമായി പടർന്ന സാഹചര്യത്തിൽ ഇസ്രായേലിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ തീപിടുത്തമാണിത്. ദ്രുതഗതിയിൽ പടരുന്ന കാട്ടുതീ ജെറുസലേം നഗരത്തിലേക്കും കത്തിപ്പടരാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രാദേശിക ദുരന്തമല്ലെന്നും ഇത് ദേശീയ ദുരന്തമാണെന്നും നെതന്യാഹു പറഞ്ഞു. തീയണയ്ക്കാൻ കൂടുതൽ ഫയർ എഞ്ചിനുകൾ വേണമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. തീ ജെറുസലേമിലേക്ക് പടരുന്നത് തടയുന്നതിനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നതെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. ഇസ്രായേൽ സർക്കാർ അന്താരാഷ്ട്ര സഹായത്തിനായി അഭ്യർത്ഥിച്ചിരുന്നു. ഇറ്റലി, ക്രൊയേഷ്യ, നോർത്ത് മാസിഡോണിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന വിമാനങ്ങൾ ദുരന്തബാധിത മേഖലയിൽ എത്തിയിട്ടുണ്ട്.